അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ. അതെ, ആദിശങ്കരൻ ജനിച്ച കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ മഠം കാണാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ശ്രീ ശങ്കരാചാര്യർ AD 8-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച 4 മഠങ്ങളിൽ ആദ്യത്തേത് തുംഗാനദിയുടെ തീരത്തുള്ള ശൃംഗേരി മഠമാണ്. ഇത് തുംഗാനദിയാണ്. കർണാടകയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് തുംഗ. ശൃംഗേരി ശാരദാമഠമാണിത്. സന്ധ്യയോടടുപ്പിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത്. ആ സമയത്തെ കാഴ്ച അതിമനോഹരം, വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല, അത്രയും മനോഹരമാണ്. വലിയ തിരക്കും ബഹളവും ഒന്നുമില്ല, വല്ലാത്ത ഒരു ശാന്തതയാണ് അനുഭവപ്പെട്ടത്. പശ്ചിമഘട്ട മലനിരകളിൽ തന്നെയാണ് ശൃംഗേരിയും സ്ഥിതി ചെയ്യുന്നത്. ഋഷി ശൃംഗഗിരി, ഇതിൽ നിന്നാണ് ശൃംഗേരി എന്ന പേർ ഉണ്ടായത്. ഋഷി വിഭാണ്ഡകൻ്റെ പുത്രനായ ഋഷിശൃംഗൻ്റെ ആശ്രമം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന കുന്നാണ് ഇത്. ഇതിൽ നിന്നാണ് ഈ പേർ ഉണ്ടാകുന്നത്. വൈശാലി എന്ന സിനിമ കണ്ടവർക്ക് ഋഷിശൃംഗനെ എങ്ങനെ മറക്കാൻ കഴിയും? കൊടും വരൾച്ച ബാധിച്ച ലോമപാത രാജ്യത്ത് മഴ പെയ്യിച്ച കഥയാണല്ലോ വൈശാലി എന്ന സിനിമയിൽ പറയുന്നത്. രാമായണത്തിലെ ബാലകാണ്ഡത്തിലാണ് ഈ കഥയുള്ളത്. ശ്രീ ആദിശങ്കരൻ തൻ്റെ ശിഷ്യന്മാരെ താമസിപ്പിക്കാനും പഠിപ്പിക്കാനുമായി ഈ സ്ഥലം തിരഞ്ഞെടുത്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും ഒരു ഐതിഹ്യമുണ്ട്. അതും വളരെ പ്രസക്തിയുള്ളൊരു കഥയാണ്. ശ്രീ ആദിശങ്കരൻ തുംഗ നദിക്കരയിലൂടെ നടക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതത്രേ. കൊടും വെയിലിൽ പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തവളയ്ക്ക് ഒരു മൂർഖൻ പാമ്പ് പത്തി വിടർത്തി തണലേകുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടതത്രേ. തീർച്ചയായും അതൊരു അത്ഭുതകരമായ കാഴ്ചയാണല്ലോ. പാമ്പും തവളയും ജന്മശത്രുക്കളാണ്. ആ ശത്രുക്കൾക്കിടയിൽ പോലും നന്മയും സ്നേഹവുമൊക്കെ ഉണ്ട് എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് മഠം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്തത് എന്നത് തന്നെ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ആശ്രമം സ്ഥാപിച്ച് 12 വർഷക്കാലം അദ്ദേഹം ഇവിടെ താമസിച്ചു. ശൃംഗേരി മഠത്തിന് പുറമെ ഇന്ത്യയുടെ വടക്ക് ബദരീനാഥ്, കിഴക്ക് പുരി, പടിഞ്ഞാറ് ദ്വാരക എന്നിവിടങ്ങളിലും അദ്ദേഹം മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൈസൂരിലെ രാജാക്കന്മാരായ ഹൈദരാലിയും ടിപ്പുവും ശൃംഗേരി മഠവുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നുവെന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അതോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത, 1791 മറാത്ത സൈന്യം ശൃംഗേരി മഠം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബ്രാഹ്മണരെ വധിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ മഠാധിപതി ടിപ്പുവിൻ്റെ സഹായം തേടുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ടിപ്പു സുൽത്താൻ ബിദനൂർ ഗവർണർ മുഖേന മഠത്തിന് ധനസഹായവും മറ്റ് സഹായങ്ങളും എത്തിക്കുകയുണ്ടായി. നന്ദി സൂചകമായി മഠാധിപതി പ്രസാദവും ഷാളുകളും
ടിപ്പുവിന് സമ്മാനിക്കുകയും ചെയ്തു. 1916 കണ്ടെടുക്കപ്പെട്ട 30ഓളം കത്തുകൾ ഇത് വ്യക്തമാക്കുന്നു. ടിപ്പുവും മഠാധിപതിയും തമ്മിൽ നടന്ന എഴുത്തുകുത്തുകളാണിത്. ശൃംഗേരി ശാരദാദേവിയുടെ മുദ്രണത്തോടു കൂടിയുള്ള ടിപ്പുവിൻ്റെ നാണയവും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ശൃംഗേരിയും ടിപ്പുവുമായുള്ള ഗാഢമായ ബന്ധമാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആകാശത്ത് മേഘങ്ങൾ കൂടുകൂട്ടിയിട്ടുണ്ട്. അസ്തമയ സൂര്യനെ ഇപ്പോൾ നമുക്ക് കാണാനാകില്ല. ഈ ത്രിസന്ധിയിൽ ആകാശവും ഭൂമിയും അതോടൊപ്പം ശൃംഗേരി മഠവും കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് അത് മനസ്സിൽ സൃഷ്ടിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. മനസ്സിന് മാത്രമല്ല, അന്തരീക്ഷത്തിന് തന്നെ ഒരു ഭാരക്കുറവ് അനുഭവപ്പെടുന്നില്ലേ? അതെ, കാലം രാജ്യത്തിന് നൽകിയ, സമൂഹത്തിന് നൽകിയ വിലപ്പെട്ട ചില സമ്മാനങ്ങളിലെ ഒന്നാണിത്. ഇത്തരം സമ്മാനങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളിലുമുണ്ട്. ഈ ചരിത്ര സമ്മാനങ്ങളിൽ നിന്ന് പലതും നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ കുറച്ചു നേരം ചെലവഴിച്ചാൽ അത് മനസ്സിന് നൽകുന്ന ഭാരമില്ലായ്മ അതെങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാനാവും? ഒരിക്കലും പറഞ്ഞ് അനുഭവിക്കാനാവില്ല. അനുഭവിച്ച് തന്നെ അനുഭവിക്കണം. ഒരിക്കലെങ്കിലും ശൃംഗേരി സന്ദർശിക്കുന്നത് ഒരനുഭവമാണ്, ജീവിതത്തിലെ ഒരു നല്ല അനുഭവം. കാഴ്ചകൾക്കൊപ്പം ഈ അന്തരീക്ഷവും നമുക്ക് നൽകുന്നത് നല്ലൊരനുഭവമാണ്. മനസ്സ് നിറഞ്ഞ
ഈ യാത്രയ്ക്ക് അവസരമൊരുക്കി തന്നത് കോഴിക്കോടുള്ള സദ്ഗമയ എന്ന ഒരു ഗ്രൂപ്പാണ്. അവരോട് നന്ദി പറയുന്നത് അനൗചിത്യമാകുമെന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഏറെ സന്തോഷം നൽകിയിട്ടുള്ള ഒരു യാത്ര.